അപ്പോൾ എല്ലാവർക്കും ആർട്ട് ക്യാം സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മോഡൽ എങ്ങനെയാണ് 3Dയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള 1-2 ടൂളുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫയൽ ന്യൂവിൽ വന്നതിന് ശേഷം മോഡൽ ഫ്രം ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഓൾറെഡി ഞാനൊരു വേറൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇത് സിമിലർ ഇമേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3Dയിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. 3D ലെയറിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. അപ്പം നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിയർ അല്ലാത്ത ഒരു 3D പോർഷൻ ഡിലീറ്റ് ആയി പോകും. അതിനുശേഷം നമുക്ക് 2D വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യാം. 2D വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഒരു ഔട്ടർ ലൈനുകളെ ട്രേസ് ചെയ്തെടുക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോളിലൈൻ ടൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുന്നു, ഇവിടെ അടുത്ത പോയിൻ്റ് ആഡ് ചെയ്യുന്നു, ഇവിടെ മൂന്നാമത്തെ പോയിൻ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു 4-5 പോയിൻ്റുകളുള്ള ഒരു ലൈൻ വരച്ചെടുക്കുകയാണ്. നമുക്ക് കീബോർഡിൽ N പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നോഡ് എഡിറ്റർ എന്ന് പറയുന്ന ഈ ആരോയ്ക്ക് താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നോഡ് എഡിറ്ററിലേക്ക് പോകാം. കീബോർഡിലാണെങ്കിൽ N എന്ന് പറയുന്ന കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഞാൻ കീബോർഡിൽ N എന്നുള്ള കീ പ്രസ് ചെയ്തു. ഓരോ നോഡുകളും നമുക്കിവിടെ വിസിബിളാണ്. ഈ ബ്ലാക്ക് ഡോട്ടുകളായിട്ട് കാണുന്നതെല്ലാം ഓരോ നോഡുകളാണ്. നമ്മൾ എവിടെയാണോ ഓരോ പോയിൻ്റുകൾ ആഡ് ചെയ്തത് അല്ലെങ്കിൽ ഓരോ നോഡുകൾ ആഡ് ചെയ്തത് അതെല്ലാം നമുക്കിവിടെ വിസിബിളായിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് മൗസ് പോയിൻ്റർ ആ ഒരു ഏത് നോഡാണോ നമുക്ക് സ്മൂത്ത് ആക്കേണ്ടത് ആ ഒരു നോഡിന് മുകളിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് കീബോർഡിൽ S പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു നോഡ് ഒരു ബ്ലൂ കളറിലേക്ക് മാറുകയും അതിന് 2 പിവറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ 2 സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടുന്ന 2 പോയിൻ്റുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം അടുത്ത നോഡിലേക്ക് വരുന്നു. അതിന് മുകളിലും മൗസ് പോയിൻ്റ് ചെയ്തതിന് ശേഷം അത് സ്മൂത്താക്കുന്നു. മൂന്നാമത്തെ നോഡിന് മുകളിലും ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം 3-4. അപ്പോൾ നമ്മൾ എല്ലാ നോഡുകളും ഈ എൻഡിലൊഴികെയുള്ള ബാക്കി ഇൻസൈഡിലുള്ള എല്ലാ നോഡുകളും നമ്മൾ സ്മൂത്താക്കി വെച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ലൈൻ ആ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഈ നോഡിനെ ഈ ഒരു എഡ്ജിലേക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാനെ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു നോഡിൻ്റെ കൺട്രോൾ പോയിൻറ്റിൽ പിടിച്ചുകൊണ്ട് കൺട്രോൾ വെർട്ടൈസിൽ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് ഈ ഒരു കർവേച്ചർ കറക്റ്റായിട്ട് വരത്തക്ക പോലെ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള നോഡ് കുറച്ചും കൂടി ഒന്ന് പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി ഒരു സ്മൂത്തായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ ഒരു മൂന്നാമത്തെ നോഡാണ്. മൂന്നാമത്തെ നോഡിൽ നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കൺട്രോൾ വെർട്ടെക്സിൽ പിടിച്ച് ഇതിനെ ജസ്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യത്തക്ക രീതിക്ക് വയ്ക്കുന്നു. അതിന് ശേഷം വരുന്നത് നാലാമത്തെ നോഡ് അതുപോലെ തന്നെ കുറച്ചൊന്ന് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ഷേപ്പ് ഫോളോ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ആ നോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും കൂടെ ഒന്ന് കുറച്ചൊരു പോർഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഏരിയയും കൂടി ഇതേപോലെ തന്നെ നോഡിൻ്റെ കൺട്രോൾ വെർട്ടെക്സുകളും കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ഒരു ഷേപ്പിലേക്ക് ആ ലൈനിനെ സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ആ ഷേപ്പിനനുസരിച്ചുള്ള രീതിക്ക് തന്നെ നമുക്ക് ഒരു വെർട്ടെക്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.
ഇതിൻ്റെ മെയിനായിട്ടുള്ള കീ എന്ന് പറയുന്നത് ഇത് എത്രത്തോളം നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സ്മൂത്ത് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇമേജസ് ഗൂഗിളിൽ നിന്നും മറ്റും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവയെ കൃത്യമായിട്ട് ഇതുപോലെ ട്രേസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ആ നോഡുകൾ എങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം മുതലായ കാര്യങ്ങൾ മനസ്സിലാവുകയും ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൈവരികയും ചെയ്യും എങ്ങനെ അതിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. പിന്നെ നമ്മൾ അടുത്ത ഈ ഒരു പോർഷനാണ് വരച്ചെടുക്കാൻ പോകുന്നത്. ഇതൊരു സിംഗിൾ ലൈനായിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അടുത്തത് വീണ്ടും നമ്മൾ പോളി ലൈൻ എടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു നോഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ അടുത്ത നോഡ്, ഇവിടെ ഒരു നോഡ്. ഈ ഒരു ഷേപ്പ് ഇതിനുള്ളിൽ കൂടി പോവുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വരും. ഈ ഇത്രയും ഒരു ഉള്ളോട്ട് കയറിയിട്ടായിരിക്കും ഈ ഒരു ഷേപ്പ് വരുന്നത്, അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് വരച്ചെടുക്കുന്നത്. അത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ഇതും ഔട്ടർ ലൈനും ഒരു പോളി ലൈൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ പ്രസ് ചെയ്തുകൊണ്ട് നോഡ് എഡിറ്ററിലേക്ക് പോകുന്നു. ഇവിടെ ഒരു നോഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവച്ചതിന് ശേഷം കീബോർഡിൽ ഡി എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ പുതിയ നോഡ് ഇൻസേർട്ട് എവിടെയെങ്കിലും 2 നോഡ് നമ്മൾ ഡിലീറ്റായി പോയെങ്കിൽ പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് കീബോർഡിലെ ഷോർട്ട് കട്ടായ ഐ എന്ന കീ യൂസ് ചെയ്താൽ മതി. ഇൻസേർട്ടിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഐ എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുകയും നമുക്ക് പുതിയൊരു നോഡ് അവിടെ പ്ലേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം ഈ നോഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് സ്മൂത്ത് ആക്കുന്നതിന് മുന്നേ തന്നെ പരമാവധി അതിൻ്റെ ബോർഡറിൽ മാച്ച് ചെയ്യുന്ന രീതിക്ക് വയ്ക്കാം. ഇവിടെ ഒരു നോഡ് എക്സ്ട്രാ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ നോഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതും നമുക്ക് ഡി പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അതുതന്നെ ഈ നോഡ് കുറച്ചും കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് നീക്കി വയ്ക്കാം. ഈ ഷോർട്ട് കട്ട് കീസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഷോർട്ട് കട്ട് കീസാണ് നമ്മുടെ വർക്ക് ഫ്ലോയെ കൂടുതൽ സ്മൂത്ത് ആക്കുന്നത്. അപ്പം ഷോർട്ട് കട്ട് കീസ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് നോഡുകളെല്ലാം ഒന്ന് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്മൂത്ത് എന്ന് പറയുന്ന ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അതായത് കീബോർഡിൽ എസ് എന്ന കീയും മൗസ് പോയിൻ്റർ അതായത് നോഡിന് മുകളിൽ വയ്ക്കുക എന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. മൗസ് പോയിൻ്റർ അതിന് മുകളിൽ വെച്ചുകൊണ്ട് എസ് എന്ന് പറയുന്ന കീ ഓരോന്നോരോന്നായിട്ട് പ്രസ് ചെയ്ത് ഓരോ നോഡുകളെ നമുക്ക് സ്മൂത്താക്കി മാറ്റാം. അപ്പോൾ നോക്കി അധികം എഫർട്ടൊന്നും എടുക്കാതെ തന്നെ ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കിയപ്പോൾ തന്നെ നമ്മൾ വരച്ച ലൈൻ ആ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ആ ഒരു ഷേപ്പിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം എഫർട്ടൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്തായിട്ടുള്ള ലൈൻ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ ഈ നോഡുകളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഓരോ നോഡുകളെ അതായത് ഷേപ്പ് പരമാവധി ലഭിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവച്ചുകൊണ്ട് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോഡ് കൺട്രോൾ വെർട്ടെക്സിൽ വേണ്ടുന്ന നോഡുകൾ വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഷേപ്പിനെയും ഒന്ന് സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഏകദേശം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് സ്മൂത്തായിട്ട് ക്രിയേറ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇന്നർ ലൈനും ഈ ഒരു ഷേപ്പിൻ്റെ ഒരു ഇന്നർ ലൈനും ഒരു ഔട്ടർ ലൈനും ഇവിടെ വരച്ചു. ഇനിയാണ് നമ്മളിതിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഈ 2 ലൈനുകൾക്കിടയിലാണ് നമ്മൾ ഈ ഒരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നർ ലൈനും ഒരു ഔട്ടർ ലൈനും വരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ നമ്മൾ ഡ്രോ ചെയ്തെടുക്കണം. ക്രോസ് സെക്ഷൻ ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു ടൂളാണ് ആർക്ക് ടൂൾ എടുക്കുക. ആർക്ക് ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
ഏകദേശം ഈ ഒരു സെൻട്രൽ പോയിൻ്റ് വരെ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ അടുത്ത ഒരു ആർക്ക് അകത്തേക്കുള്ള ഒരു കർവിന് വേണ്ടിയിട്ട് അകത്തേക്ക് ആ പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ക്രോസ് സെക്ഷൻ വരച്ചെടുക്കാം. അതിനുശേഷം നോഡ് എഡിറ്റർ വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ജെ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ജെ എന്ന 2 ലൈനുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ജോയിൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കീബോർഡിൽ ജെ ആണ്. അപ്പോൾ 2 വെക്ടറുകളെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. വെക്ടറിനെ ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെലക്ഷൻ 2 വെക്ടറിനെയും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഓരോ വെക്ടറിനായിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ 2 വെക്ടറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം കീബോർഡിൽ ജെ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടറിനെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ത്രഷോൾഡ് എന്ന് പറയുന്ന ടോളറൻസ് എന്ന് പറയുന്നത് 0.025 ആണ് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത്. അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിലും ജോയിൻ ആവും. പക്ഷേ അതിനേക്കാൾ എപ്പോഴും നല്ല സ്മൂത്തായിട്ടും വൃത്തിയായിട്ടും ജോയിൻ ചെയ്യുന്നതിന് കുറഞ്ഞ ടോളറൻസ് വെച്ചുകൊണ്ട് തന്നെ ചേർന്നിരിക്കുന്ന വെക്ടറുകളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി ടോളറൻസ് ഇൻക്രീസ് ചെയ്യാതെ തന്നെ നോഡ് എഡിറ്റർ വെച്ച് വെക്ടറുകളെ പരമാവധി ചേർത്ത് വെച്ചതിന് ശേഷം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്പർ ഓഫ് വെക്ടേഴ്സ് നൗ എന്ന് പറയുന്നത് 2 ആണ്. ഓൾറെഡി നമ്മൾ 2 വെക്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് വെക്ടർ ആഫ്റ്റർ അതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം എത്ര വെക്ടർ ആവും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. 1 വെക്ടർ ആവും. നമ്മൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ കാണാം, കണ്ടോ, നമ്പർ ഓഫ് വെക്ടർ നൗ 1 ആണ്, നമ്പർ ഓഫ് വെക്ടർ ആഫ്റ്റർ 1 ആണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിൽ ജോയിൻ്റായി. ഇനിയിപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ലൈനായിട്ടാണ് കാണിക്കുന്നത്, ഒറ്റ വെക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D വ്യൂവിലേക്ക് പോകാം. 3D വ്യൂവിലേക്ക് പോയിട്ട് ഇത് ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് 3D വ്യൂവിൽ അത് കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് തന്നെ അതിന് ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ തന്നെ നമുക്ക് വരുത്താം. അതുകൊണ്ടാണ് ഞാൻ 3D വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3D വ്യൂവിലേക്ക് പോകണം. 3D വ്യൂവിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വെക്ടർ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെക്ടർ ഇവിടെ നമുക്ക് വിസിബിളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാക്ക് റിലീഫ്, ഫ്രണ്ട് റിലീഫ് എന്ന് പറയുന്ന 2 ലെയറുകൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഫ്രണ്ട് റിലീഫാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡില്ല, ഫ്രണ്ട് സൈഡ് വരുന്നതാണ് ഫ്രണ്ട് റിലീഫ്. അപ്പോൾ നമ്മൾ പുതിയൊരു ലെയറിലേക്ക് ഇതിനെ വെച്ചുകൊണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ന്യൂ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആ ലെയറിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇപ്പം ഞാൻ L1 എന്ന് മാത്രമാണ്, ലെയർ 1 എന്നുള്ള രീതിക്ക് L1 എന്നൊരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെയർ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കുകയാണെന്നുള്ളത് ഉറപ്പാക്കണം. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നൊരു ടൂളെന്ന് പറഞ്ഞാൽ ഈ ടൂളാണ്, 2 റെയിൽ സ്വീപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ഇളം റെഡ് കളറിൽ ഈ ഒരു ടൂളിനെ കാണാം. അതിന് താഴെ ഒരു ചെറിയ ആരോ ഉണ്ട്, അതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ടൂളെന്ന് പറയുന്നത് ഈ 2 റെയിൽ സ്വീപ്പാണ്. മറ്റേതൊക്കെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ആവശ്യം വരാറുള്ളൂ. അപ്പോൾ 2 റെയിൽ സ്വീപ്പ് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വലിയൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം സെറ്റ് ഫസ്റ്റ് ഡ്രൈവ് റെയിൽ. ആദ്യം നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് റെയിൽ സെലക്ട് ചെയ്യണം. അതായത് ഇത് തമ്മിൽ ഇതാണല്ലോ, ഇതിൻ്റെ ഇടയ്ക്കാണല്ലോ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആവേണ്ടത്. അപ്പോൾ അതിനകത്ത് ഏത് ലൈനാണോ ആദ്യം വേണ്ടുന്നത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഇങ്ങോട്ട് ക്രിയേറ്റ് ആവേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് റെയിലായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇതിനെയാണ്. അപ്പോൾ ജസ്റ്റ് അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് സെലക്ഷൻ ആയിട്ടുണ്ട്. ഈ സെറ്റ് ഫസ്റ്റ് ഡ്രൈവ് റെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ക്രോസ് മാറിയിട്ട് ഇവിടെ ടിക്കായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വെക്ടറിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആരോസൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന രീതിക്ക് ഇങ്ങോട്ട് കുറച്ച് ആരോസൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലേക്കായിരിക്കണം
പോകേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഷേപ്പ് ക്രിയേറ്റ് ആകത്തുള്ളൂ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ഡ്രൈവ് റെയിൽ, രണ്ടാമത്തെ ഡ്രൈവ് റെയിൽ. ഇതിൻ്റെ ഇടയ്ക്കാണ് ക്രിയേറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഡ്രൈവ് റെയിലായിട്ട് നമ്മൾ കാണേണ്ടത് ഇതാണ്. അപ്പോൾ അത് നമ്മൾ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ആരോസും അങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ഈ ആരോ ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇത് പ്രശ്നമില്ല. നേരെ മറിച്ച് ഇത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആരോടെ ഒരു റിവേഴ്സ് ഡയറക്ഷൻ എന്നുള്ള ആരോടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡയറക്ഷൻ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ രണ്ട് വെക്ടറിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടുന്ന് ആയതുകൊണ്ടാണ് രണ്ട് വെക്ടറും ആ ഒരു ഡയറക്ഷൻ അതിനെ കാണിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെക്ടർ ഒരേ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് റെയിലും സെക്കൻഡ് ഡ്രൈവ് റെയിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്നത് ഈ ക്രോസ് സെക്ഷൻ ആണ് വേണ്ടുന്നത്. നമ്മൾ ഈ ക്രോസ് സെക്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആഡ് ക്രോസ് സെക്ഷൻ എന്നൊരു പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ക്രോസ് സെക്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് ഇവിടെ 3Dയിൽ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആ 2D ഇമേജിൽ കണ്ട പോലെ തന്നെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി. പക്ഷേ നമ്മുടെ ഈ ഒരു ഷേപ്പിന് കുറച്ചും കൂടെയൊക്കെ ഉള്ളോട്ട് നമ്മൾ വരച്ച ഷേപ്പ് അനുസരിച്ച് ഇതിന് അത്രയും കുഴിവൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ വരച്ച ഷേപ്പ് കുറച്ച് കുഴിവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് കുഴിവൊക്കെ ഈ ഒരു പോർഷനിൽ കുറച്ച് കുഴിവ് അധികമായിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വെക്ടറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ കുഴുവിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടാവുന്ന കുറച്ച് വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതെല്ലാം ഓർക്കുക, അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ മാത്രമേ നിങ്ങൾക്ക് ഈ വെക്ടറിലെല്ലാം കൺട്രോൾ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം ഈ പറയുന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലെന്തെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് കംപ്ലീറ്റായിട്ട് ഡിലീറ്റ് ആക്കിയതിന് ശേഷം പുതിയ ചേഞ്ചസൊക്കെ കൊണ്ടുവരാനേ സാധിക്കത്തുള്ളൂ. അതായത് ഇത്തരത്തിൽ വെക്ടറിൻ്റെ ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ചേഞ്ചസ്, ഹൈറ്റ് വേരിയേഷൻസൊക്കെ നമുക്ക് ലെയറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ അല്ലാതെയുള്ള ഇത്തരത്തിലുള്ള ഷേപ്പ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് എന്തൊക്കെ വേണം നമുക്ക് ആവശ്യമായിട്ടുണ്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ഷേപ്പ് നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ഷേപ്പും ഈ ഒരു ബാക്കിലത്തെ റൗണ്ടും ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു, കുഴപ്പമില്ല. എക്സാക്റ്റ് ഇത് തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നും നമുക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ചെറിയ വേരിയേഷൻസൊക്കെ വരാറുണ്ട്. എങ്കിലും പരമാവധി നമ്മൾ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് വേരിയേഷനൊക്കെ വരുത്തുന്നതിനനുസരിച്ച് ചെറിയ ഈ ഒരു കുഴുവിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ അത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലെ തന്നെ മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഓക്കെയാണ്, ഈ ഷേപ്പ് ഓക്കെയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വയ്ക്കുന്നത്. കുറച്ചൊരു കുഴിവ് ഉള്ള ഒരു രീതിക്കാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. തീരെ അങ്ങ് നേരെ നിൽക്കുന്ന രീതിക്ക് അവിടെ കൊടുക്കുന്നില്ല. അതിന് ശേഷം പിന്നീട് നമുക്ക് ഇവിടെ വരുന്ന സ്റ്റാർട്ട് ഹൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത് റിലീഫിൻ്റെ ഭാഗം എത്ര ഹൈറ്റിലായിരിക്കണം ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരു mm നമ്മളിപ്പം ഒരു ദിവസം ഞാനിപ്പോൾ ഇവിടെ 0.2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ 0.2 mm ഹൈറ്റ് നേരെ വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു ഷേപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റാർട്ട് ഹൈറ്റ് എന്നുള്ളത്. സ്റ്റാർട്ട് ഹൈറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ 0.5 കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ഹൈറ്റിൽ ക്രിയേറ്റ് ആകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ മോഡലിലും ഞാൻ സാധാരണഗതിയിൽ ഒരു ഹൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം ബേസിലൊരു ചെറിയ ഹൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം ആയിരിക്കും ഇത് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡൽ നമ്മൾ അതിൽ നിന്ന് തന്നെ കാർവ് ചെയ്ത് അതിലേക്ക് പൂർണ്ണമായിട്ടും ചേർന്നിരിക്കുന്ന രീതിക്ക് കൊടുത്താൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടോ, അത് അതിൻ്റെ ഒരു മെറ്റീരിയലുമായിട്ട് ചേർന്നിരിക്കുന്ന രീതിക്കാണ്. പക്ഷേ അതൊരു സെപ്പറേറ്റ് ഒരു 0.5 0.24 ഒക്കെ കൊടുത്ത് നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണാനാണ് തീർച്ചയായിട്ടും അത് ഭംഗിയുള്ളത്. അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതിയാവും. നമുക്ക് ഈ ഒരു വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്
വീണ്ടും പഴയ നിലയിലേക്ക്, അതായത് ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട് മാറും. അപ്ലൈ കൊടുക്കാൻ മറക്കരുത്. അപ്ലൈ കൊടുത്താൽ മാത്രമേ ഇത് ഇവിടെ വർക്കാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്തതിന് ശേഷം പിന്നീട് ക്യാൻസൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടെ ട്യൂട്ടോറിയൽ സീഫ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത നമ്മൾ 3D വ്യൂവിലേക്ക് വന്നു. 3D വ്യൂവിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, റിലീഫിനെ തന്നെ മറു സൈഡിലേക്കും നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. അതല്ല എങ്കിൽ ഈ ഒരു വെക്ടറിനെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് കോപ്പി ചെയ്തതിന് ശേഷം പുതിയ റിലീഫ് ലെയറായിട്ട് തന്നെ ഇതിനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ റിലീഫിനെ കോപ്പി ചെയ്യുന്നതിന് പകരം ഈ വെക്ടറിനെ തന്നെ മറുവശത്തേക്ക് കോപ്പി ചെയ്ത് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു മിഡിൽ ലൈൻ വരയ്ക്കുന്നുണ്ട്. മിഡിൽ ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് നിങ്ങളുടെ മൗസ് പോയിൻ്റർ, ഇപ്പോൾ നിങ്ങളുടെ മൗസ് പോയിൻ്റർ ഒരു പ്ലസ് ആയിട്ടാണ് നിൽക്കുന്നത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സർക്കിളിൻ്റെ നടുക്കോടെ ഒരു വര പോലെ ആവുന്ന സമയത്ത് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ സ്ട്രെയിറ്റ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരു ഷേപ്പിലേക്ക് ആയി കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയി എന്നർത്ഥം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിനെ മറുവശത്തേക്ക് മിറർ ചെയ്യാൻ പോവാണ് ഈ ഒരു വെക്ടറിനെ. അപ്പോൾ ഞാൻ ഈ ഒരു 3 വെക്ടറിന് ഈ ക്രോസ് സെക്ഷനും 2 ലൈനും കൂടെ ഉള്ളതിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻട്രൽ ലൈനെയും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മിറർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ദ ഒറിജിനൽ ഒബ്ജക്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തിരിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നുള്ളതിൻ്റെ ഒരു കോപ്പി ഇപ്പുറത്തേക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ആയിട്ട് ശേഷമായിരിക്കും ഇവിടേക്ക് ഇത് ക്രിയേറ്റ് ആവുന്നത്. എന്നിട്ട് ഇൻ സെലക്റ്റഡ് ലൈൻ എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ വേണ്ടുന്നത്. അതായത് ഇവിടെ ഒരു ലൈന് ഇപ്പുറത്തേക്കാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ സെലക്റ്റഡ് ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ജസ്റ്റ് ഇപ്പുറത്തേക്ക്. അതേപോലെ തന്നെ ഒരു വെക്ടർ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒരു വെക്ടറിൻ്റെ ഒരു കോപ്പി ലഭിച്ചു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഏത് ലെയറിലാണ് നിൽക്കുന്നത്? ഈ ഒരു ലെയറിൽ, ഇത് ക്രിയേറ്റ് ചെയ്ത ലെയറിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത റിലീഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പുതിയൊരു ലെയർ L2 ലെയറിന് L2 എന്ന് കൊടുക്കുന്നു. ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ലെയറിൽ നിന്ന് മാറി ഈ ലെയറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ ഈ ലെയറിൽ വന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ L2 എന്ന ലെയറിൽ ഈ L1 എന്ന ലെയറുമായിട്ട് L2 എന്ന ലെയറിന് യാതൊരുവിധ ഇതും കാണത്തില്ല, കോണ്ടാക്റ്റും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ലെയറിലും ഉള്ള റിലീഫ് പോർഷനുകളെ ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. അതാണ് ലെയറിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം. ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു ഫുള്ള് മോഡലിനെ നമുക്ക് ഡിലീറ്റ് ആക്കി കളയേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ലെയർ മാത്രം ഡിലീറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ലെയറിൽ മാത്രമേ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ L2 എന്ന ലെയറിൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും ഇതേ ട്യൂട്ടോറിയൽ സീഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് റെയിലായിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് റെയിലായിട്ട് അവിടെ ചെയ്ത അതേ ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സെക്കൻഡ് റെയിലായിട്ട് ഇൻസൈഡിലുള്ള വെക്ടറിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്രോസ് സെക്ഷൻ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ക്രോസ് സെക്ഷൻ കൊടുക്കുന്നു. അവിടെ നമ്മൾ സ്റ്റാർട്ട് ഹൈറ്റ് കൊടുത്തത് 0.4 ആണ്. അതേ 0.4 ഇവിടെയും കൊടുക്കുന്നു. ഇവിടെ എല്ലാം ഓർക്കുക, ആടെന്നുള്ള ഓപ്ഷനിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത്. സബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുഴിഞ്ഞ് ഉള്ളിലേക്ക് പോകും. സബ്സ്ട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് നിൽക്കും. മെർജ് ഹൈ മെർജ് ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡലുമായിട്ട് മെർജ് ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിക്കാണ് അത് വരുന്ന പോർഷനുകളിൽ ഞാൻ കവർ ചെയ്യാം. ഇപ്പോൾ ഈ ആഡ് സബ്ട്രാക്റ്റും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സബ്ട്രാക്റ്റിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം മുകളിൽ നിന്ന് നിങ്ങളിത് കാണുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല സബ്ട്രാക്റ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത് അല്ല ആഡായിട്ടാണോ. കണ്ടാൽ രണ്ടും ഒരു പോലെ. പക്ഷേ ഇത്തരത്തിലൊന്ന് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, ഈ ഒരു മോഡൽ മുകളിലേക്ക് ഇത് താഴേക്ക് കാണുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇത് ആഡിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇവിടെ അപ്ലൈ കൊടുത്തു. അപ്പോൾ ഈ ഒരു റിലീഫും ഇവിടെ
ക്രിയേറ്റായി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഷേപ്പും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി വരുന്ന ഈ ഒരു നടുക്കത്തെ ഒരു ഭാഗമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ വരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പോളി ലൈനിലേക്ക് വരുന്നു. പോളി ലൈൻ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഡ്രോയിങ് ആരംഭിക്കുകയാണ്. അതായത് സെൻറ്റർ ലൈനിൽ നിന്ന് ഫസ്റ്റ് പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നോഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ അടുത്ത നോഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ അടുത്ത നോഡ്, ഇങ്ങനെ നോഡ്സ് ആഡ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇവിടെ അവസാനിപ്പിക്കും. വീണ്ടും എൻ പ്രസ് ചെയ്തുകൊണ്ട് നോഡ് എഡിറ്ററിലേക്ക് വരുന്നു. ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓരോ നോഡിലും ആദ്യം സ്മൂത്ത് ആക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ള നോഡുകളെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഈ നോഡിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്മൂത്ത് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഓരോ നോഡായിട്ട്. ഇത് ഓരോ നോഡുകളെ നമുക്ക് സ്മൂത്താക്കി എടുക്കാം. എസ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്മൂത്ത് ആക്കുന്നത്. ഓൾറെഡി പറഞ്ഞ എസ് എന്ന് പറയുന്ന കീ ആണ് നമ്മൾ നോഡിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് വേണ്ടുന്ന ഏകദേശം ഒരു ഷേപ്പിലേക്കൊക്കെ ഈ ഒരു സ്മൂത്ത് ആക്കിയപ്പോൾ തന്നെ കിട്ടി. കാരണം ഇവിടെ നമ്മൾ ലൈൻ ഇടുന്ന സമയത്ത് നമ്മളൊരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ടുണ്ട്. എവിടെയൊക്കെ നോഡ് കൊടുക്കണം കൃത്യമായിട്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ സ്മൂത്ത് ആക്കുമ്പോൾ തന്നെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്കതിൽ കൂടുതൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കുറച്ച് ഒന്ന് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും എവിടെയൊക്കെ നോഡുകൾ ആഡ് ചെയ്യണം, എവിടെയൊക്കെ പോയിൻറ്റുകൾ ആഡ് ചെയ്യണം എന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നോഡുകളെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഷേപ്പിനെ വേണ്ടുന്ന ഷേപ്പിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെക്ടർ നോർമലായിട്ട് നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് ആ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ നമുക്ക് ജസ്റ്റ് മിറർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡ് കിട്ടും. തന്നെ നമ്മൾ ആ ഒരു വെക്ടറിനെ സെലക്ട് ചെയ്യുന്നു. പ്ലസ് നമ്മൾ ഓൾറെഡി മുന്നേ സെൻറ്റർ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സെൻറ്റർ ലൈനെയും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഓൾറെഡി മിറർ ഓപ്ഷൻ ഇവിടെ ആക്റ്റീവാണ്. സെലക്ട് ഇൻ സെലക്റ്റഡ് ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കോപ്പി ഒറിജിനൽ ഒബ്ജക്റ്റ് എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമുക്ക് ഇപ്പുറത്തേക്ക് ലഭിക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് ഒരു കോപ്പി നമുക്ക് ഇപ്പുറത്തേക്ക് ലഭിച്ചു. അപ്പോൾ ഒരു ഷേപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ക്രോസ് സെക്ഷൻ നമ്മൾ വരച്ചെടുക്കണം. ക്രോസ് സെക്ഷൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുന്നത്തെ പോലെ തന്നെ നമ്മൾ ആർക്ക് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആർക്ക് ടൂൾ യൂസ് ചെയ്യുന്നു. ഇവിടുന്ന് ഒരു പോയിൻ്റ് വരച്ച് ഇവിടേക്ക് ഇത്തരത്തിൽ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ മിറർ ഉപയോഗിച്ച് തന്നെ മറ്റേ സൈഡിലേക്ക് മിറർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ രണ്ട് ആർക്ക് തമ്മിൽ മിററായി. ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ടും സെലക്ട് ചെയ്തതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് രണ്ട് വെക്ടർ സെലക്ട് ചെയ്തതിന് ശേഷം ജെ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ജോയിനുമായി. ഇനി നമുക്ക് വീണ്ടും 3D വ്യൂവിലേക്ക് പോകാം. 3D വ്യൂവിലേക്ക് പോയതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ലെയർ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ലെയറിന് L3 എന്ന് പേര് കൊടുക്കുന്നു. L3 എന്ന് പേര് കൊടുത്ത് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നോർമൽ ഓപ്പറേഷൻ തന്നെ സെലക്ട് ഫസ്റ്റ് റെയിൽ കൊടുക്കുന്നു, സെലക്ട് സെക്കൻഡ് റെയിൽ കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ക്രോസ് സെക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആഡ് ക്രോസ് സെക്ഷൻ കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് 0.4 ആണ്. ഓക്കെ, 0.4 കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈ കൊടുത്ത് ഞാൻ ക്യാൻസൽ കൊടുത്തു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഒരു കാര്യം മനസ്സിലായി.
മനസ്സിലായിട്ടുണ്ട്. ഇതുണ്ട് ഈ ഒരു ഷേപ്പ് ഇതിന് മുകളിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. അതൊരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷേപ്പിലേക്കല്ല ഇത് വന്നേക്കുന്നത്. ആദ്യം അത് നമുക്ക് ക്ലിയർ ചെയ്യണം. അവിടെയാണ് നമ്മൾ ലെയറായിട്ട് ചെയ്തതിൻ്റെ ഗുണം നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെക്ടറുകളെ ഇതൊന്ന് വിസിബിലിറ്റി ക്ലിയർ ആകാൻ വേണ്ടി വെക്ടറുകളെ ഒന്ന് ടേൺ ഓഫ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണിത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടറുകളെ ഓഫ് ചെയ്യാം താൽക്കാലികമായിട്ട്. അത് ഡിലീറ്റ് ആവുന്നല്ല, ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ഈ ഒരു ലെയറുമായിട്ട് ചേർന്നിട്ട് രണ്ടും കൂടെ ഒരു അനാവശ്യമായിട്ടൊരു, അതായത് നമ്മുടെ ഡിസൈനിൽ ഇല്ലാത്തൊരു പോർഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലെയർ 3യിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇവിടെ കമ്പൈൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് വന്നതിന് ശേഷം മെർജ് ഹൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഈ ഹൈറ്റുമായിട്ട് ഈ മറ്റുള്ള 2 ലെയറുമായിട്ട് ഹൈറ്റുമായിട്ട് ഇത് മെർജായി. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷേപ്പിലേക്ക്, സ്മൂത്ത് ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ആ ഒരു ഷേപ്പ് പോലെ തന്നെ നമുക്കവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റി. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ള ഏത് പോർഷനാണ്, ഈ ഒരു പോർഷനാണ്. പിന്നെ നമ്മളിവിടെ ആദ്യം 3D വ്യൂവിൽ നമ്മൾ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വെക്ടർ എല്ലാം ഓണാക്കി വയ്ക്കുകയാണ്. നമുക്ക് എന്നാലും മാത്രമേ വെക്ടറിൻ്റെ വിസിബിലിറ്റി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ 2D വ്യൂവിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് വേറൊരു ടൂൾ ഉപയോഗിച്ച് ഈ ഒരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ നമ്മൾ ട്യൂറൈൽ സ്വീപ്പ് അല്ല ഉപയോഗിക്കുന്നത്, മറ്റൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആർക്കാണ്. ആർക്ക് ടൂൾ എടുത്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു വര വരച്ചതിന് ശേഷം ഞാൻ അതിനെ വലിച്ച് ഒരു ആർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു സ്മൂത്തായിട്ടുള്ളൊരു ആർക്കായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ലൈൻ ടൂൾ എടുത്തുകൊണ്ട് ആഡ് ടു എക്സിസ്റ്റിംഗ് ലൈൻ എന്നുള്ള ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈനുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ ലൈനുമായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. നമ്മുടെ സെൻറ്റർ ലൈൻ വരെ മാത്രമാണ് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ബാക്കി സൈഡിലേക്ക്, നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മിറർ ചെയ്തെടുക്കാം. വീണ്ടും അതേപോലെ തന്നെ ലൈൻ എടുക്കുന്നു. ഇവിടെ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ട് സെൻറ്റർ ലൈൻ വരെയൊക്കെ ഒരു സ്ട്രേറ്റ് ലൈൻ ഇടുന്നു. സെൻറ്റർ ലൈൻ ഇപ്പുറത്തേക്ക് കുറച്ച് പോർഷൻ അഡീഷണലായിട്ട് നിൽപ്പുണ്ട്. അത് നമുക്ക് ട്രിം ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ട്രിം എന്ന് പറയുന്ന ഈ ഒരു കത്രിക പോലത്തെ ഒരു ഐക്കൺ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കത്രിക, ഒരു സിസേഴ്സിൻ്റെ രൂപത്തിലുള്ളൊരു ഐക്കൺ ഇവിടെ വരും. അത് ആ വെക്ടറിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അത് ഒരു കത്രിക തുറക്കുന്ന മാതിരി ഓപ്പൺ ആവും. അതിനർത്ഥം അത് വെക്ടർ കട്ടാകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നതാണ്. അത് വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ വെക്ടറിൻ്റെ ആ ലൈൻ ഇപ്പുറത്തേക്ക് അധികം നിൽക്കുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെക്ടർ നമുക്ക് ട്രിം ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ഷേപ്പിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനതിനെ സെലക്ട് ചെയ്തുകൊണ്ട് മിററിലേക്ക് പോകുന്നു. മിററിലേക്ക് പോയി ഞാൻ ഈ സെൻട്രൽ ലൈനെയും കൂടി സെലക്ട് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് സെലക്റ്റഡ് ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുത്ത് അതിനെ മറുവശത്തേക്കും കൂടി മിറർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ഷേപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ നമുക്ക് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 വെക്ടറിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ജോയിൻ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്, അതിൽ നമ്മൾ ജോയിൻ കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു സിംഗിൾ വെക്ടറായിട്ട് മാറി, ഒരു ക്യാപ്സൂൾ ഷേപ്പായിട്ട് മാറി. ഇനി നമുക്ക് 3D വ്യൂവിലേക്ക് പോകാം. 3D വ്യൂവിലേക്ക് വരുന്നു. അടുത്ത ഒരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ഓരോ തവണയും ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ടും നല്ല വൃത്തിയായിട്ടുമുള്ള ആർട്ട് വർക്കുകൾ ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളെപ്പോഴും ലെയർ ക്രിയേറ്റ് ചെയ്യാൻ മറക്കരുത്. അഥവാ ലെയർ നമ്മൾ വിട്ടുപോയാൽ പോലും അത് ഡിലീറ്റ് ചെയ്ത് പുതിയൊരു ലെയർ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആ ഒരു കണ്ടിന്യൂസ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നൊരു രീതി നമ്മൾ പഠിച്ചെടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു റിലീഫ് ലെയർ എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് ഞാനവിടെ L4 എന്നുള്ള ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. L4 എന്നുള്ള ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ആ ലെയർ ആക്റ്റീവ് ആക്കി വെച്ചുകൊണ്ട്
ഞാൻ വന്നിട്ട് ഈ ഒരു വെക്ടറിനെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഉപയോഗിക്കാൻ പോകുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു ടൂളാണ്. അതാണ് ഷേപ്പ് എഡിറ്റർ എന്ന് പറയുന്ന ടൂള്. ഇവിടെ ഷേപ്പ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ടൂള് നമുക്കുണ്ട്. F12 എന്ന് പറയുന്ന ഒരു ഇതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ടാണ് F12 എന്ന് പറയുന്നത്. അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഷോർട്ട് കട്ടും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലും കുറച്ച് ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടുന്ന റൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമുക്കിവിടെ വേണ്ടുന്ന ഒരു റൗണ്ട് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടി വയ്ക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഹൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ഹൈറ്റ് എന്നുള്ളത് 0.4 കൊടുക്കുകയാണ്. 0.4 കൊടുത്തതിന് ശേഷം ഈ ഒരു ഹൈറ്റ് മാക്സിമം മുകളിലേക്ക് കൊടുക്കുകയാണ്. 90 ആംഗിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു ക്ലിയർ അല്ലാത്ത രീതിക്കാണ് വന്നിരിക്കുന്നത്. പ്രശ്നമില്ല, നമുക്കത് അപ്ലൈ ചെയ്തതിന് ശേഷം ലെയറിൽ പോയി നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് ക്ലോസ് ചെയ്തു. ലെയറിൽ വന്നതിന് ശേഷം നമ്മൾ ആടെന്നുള്ള ഓപ്ഷൻ മാറ്റി മെർജ് ഹൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. മുന്നത്തെ പോലെ തന്നെ നോക്കി വളരെ മനോഹരമായിട്ടത് അതുമായിട്ട് മെർജായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വെക്ടറിൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലൊന്ന് നോക്കാം. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു ആ ഒരു 3D മോഡൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി നിങ്ങൾ സ്മൂത്ത് ലൈനുകളെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ പോർഷൻസുമായിട്ട് ഓരോ വുഡ് കാർവിങ് വർക്കുകൾ എടുത്തതിന് ശേഷം അതിനെ ട്രേസ് ചെയ്ത് ഇത്രയും സ്മൂത്തായിട്ടുള്ള ലൈനുകൾ വരയ്ക്കാമെന്നുള്ളതിനെ പറ്റി പഠിക്കുക. അത് പഠിക്കും തോറും അത് മനസ്സിലാക്കും തോറും നിങ്ങളുടെ മോഡലുകളുടെ ഭംഗിയും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയി വരും. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു പറയുന്ന ഭംഗിയൊന്നും കാണണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഇമേജ് പോലെ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. യൂഷ്വലാണ്, പ്രശ്നമില്ല. വീണ്ടും വരയ്ക്കുക. ഡ്രോയിങ് എത്രത്തോളം നിങ്ങളുടെ മെച്ചപ്പെടുന്നു, അല്ലെങ്കിൽ ആ വരയ്ക്കുന്ന വെക്ടറുകൾ എത്രത്തോളം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റുന്നു, അപ്പോൾ നിങ്ങളുടെ മോഡലും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇനി വേറൊരു മോഡൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡലുകളൊക്കെ പതിയെ ചെറിയ മോഡൽ തുടങ്ങി നമുക്കെങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡലുകളിലേക്ക് മാറാം. അതുപോലെ തന്നെ ഒരു മോഡലിനെ നമുക്കെങ്ങനെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ യൂസ് ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം. ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഈ ഇമേജ് വേണം എന്നുള്ളവർക്ക് എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇമേജ് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. സെയിം ഇമേജിൽ നിങ്ങൾക്ക് വരച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.